ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്ന ഓരോ വീഡിയോസ് കണ്ടിട്ട് അത് നോക്കിയിട്ട് സ്വന്തം വാഷിംഗ് മെഷീൻ്റെ മേലെയും ഫ്രിഡ്ജിൻ്റെ മേലെയും മറ്റു ഉപകരണങ്ങളുടെ മേലെയും കൈകാര്യം ചെയ്യുന്ന മാന്യ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോയിൽ ഈ മെഷീൻ്റെ ഗിയർ ബോക്സ് അസംബ്ലി ഇപ്പം പുതുതായിട്ട് മാറ്റിയതാണ്. ഇത് മാറ്റാനുള്ള കാരണം മുന്നേ ഒരു വീഡിയോയിൽ അവർ കണ്ടു, വാഷിംഗ് മെഷീൻ്റെ പൾസേറ്ററിൻ്റെ അടിഭാഗം ഭയങ്കരമായിട്ടുള്ള മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ട് കിടക്കും. അത് അഴിച്ച് ക്ലീൻ ചെയ്യാനുള്ള മെത്തേഡ് വളരെ ഈസിയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വേറെ ഒരു ആൾ ചെയ്തൊരു വീഡിയോ ആ കസ്റ്റമർ കണ്ടിട്ട് അവർ അത് അഴിച്ച് ക്ലീൻ ചെയ്ത് അത് ഫിക്സ് ചെയ്യുമ്പോൾ അത് ഇത്രയും അതായത് ഈ പൾസേറ്റർ മോട്ടർ രണ്ട് സൈഡിലും റൊട്ടേഷൻ അടിക്കുന്ന സാധനമായതുകൊണ്ട് അത് പ്രോപ്പറായിട്ടുള്ള കറക്റ്റ് അലൈൻമെൻറ്റിൽ അത് പ്രസ് ചെയ്ത് ഫിറ്റ് ചെയ്ത് അതിന് കറക്റ്റായിട്ട് കൊടുക്കേണ്ട ടൈറ്റും കൊടുത്തിട്ടായിരിക്കണം അതിന് മേലെയുള്ള ലോക്കാക്കുന്ന നട്ട് ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ അഴിച്ച് ക്ലീനിങ്ങിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അതിനുശേഷം പൾസേറ്റർ ശരിയായ രീതിയിൽ പെർഫെക്റ്റായി ഫിറ്റ് ചെയ്യാതെ വന്നതുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ ആ ഗിയർ ബോക്സ് ഈ കാണുന്നത് ആ ഗിയർ ബോക്സാണ്. ഇതിൻ്റെ ടീത്ത് കംപ്ലീറ്റ് തഴഞ്ഞ് പോയിട്ടുള്ളത്. പൾസേറ്ററിൻ്റെ അകത്തുള്ള ഇത് കയറി നിൽക്കുന്ന ഭാഗം കംപ്ലീറ്റ് ഗ്രൈൻഡായി പോയി. അതായത് നമ്മൾ ചെറാപ്പലമിൽ കുത്തിയിട്ട് തേങ്ങ ഇരണ്ടില്ല അതുപോലെ പോയി. പക്ഷേ എന്തോ ചെറിയൊരു ഭാഗം കൊണ്ട് ഇതിന് പൾസേറ്റർ മാറ്റേണ്ടി വന്നില്ല, ഗിയർ ബോക്സ് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് പറയാനുള്ളത്, യൂട്യൂബിൽ പലതും കാണിക്കും. പലരും ഇവരെ വർക്ക്ഷോപ്പിൽ റിപ്പയറിങ്ങിന് വരുന്ന സാധനം ചിലപ്പോൾ അവിടെയുള്ള ട്രെയിനിങ്ങിനുള്ള കുട്ടികൾ കഴിച്ചിട്ട് അവരങ്ങനെ ജോലിക്കെടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ കണ്ട് മാന്യ ഉപഭോക്താക്കൾ അത് അനുകരിച്ചിട്ട് നിങ്ങളെ വിലയേറിയ മെഷീനുകൾ നശിപ്പിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നല്ലോ. പിന്നെ ഇതൊരു കാര്യം, ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യമൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒരു മനുഷ്യന് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കലാവാസനകൾ, കവിത രചിക്കൽ, പാട്ട് എഴുതൽ, ചിത്രം വരക്കൽ, അങ്ങനെയുള്ള ഒരു ജന്മസിദ്ധമായിട്ട് കിട്ടും. ബാക്കി മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആർക്കും പഠിക്കാം, ഒരുവിധം പണികളെല്ലാം. അപ്പോൾ ഇത് വലിയൊരു അത്ഭുതമാണ്, ടെക്നീഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയുന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ പെർഫെക്ഷനിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ സമയനഷ്ടവും ധനനഷ്ടവും എല്ലാം ഉണ്ടാവും. ശ്രദ്ധിക്കുക.